الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحماയ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസിനെ ഖബൂലാക്കണേ റഹ്മാനേ. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ സലാമത്താക്കണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ഭൂമി ലോകത്ത് അള്ളാഹു തആല ഹറാമാക്കിയ കള്ള് കുടിച്ചാൽ അതിനേക്ക് വലിയ ശിക്ഷയുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും നാം കേട്ടു കഴിഞ്ഞു. അതേപോലെ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇന്നലെ പറഞ്ഞു വെച്ചു, കള്ളിനെ നിങ്ങൾ സൂക്ഷിക്കണം. കള്ള് എന്നുള്ളത് എല്ലാ തത്വാക്കളുടെ ഒരു ഉമ്മ ആയിട്ടിക്കരുത്. കള്ള് എന്നുള്ളത് എല്ലാ തെറ്റായ സ്വറാത്തുകളിലോ അതിൻ്റെ ഉമ്മ ആയിട്ടിക്കരുത്. കള്ള് ചൊല്ലത് ഇത് ജാഗ്രതാക്കണം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഒരു സംഭവം നമുക്ക് വിവരിച്ചു തന്നു. അതായത് സാധാരണ പള്ളിയിൽ പോയിക്കൊണ്ടെന്നുള്ളൊരു പാലക്കാരൻ എപ്പോഴും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു നാള് ഒരു തെമ്മാടിയായ വെടക്കത്തരത്തിലുള്ള ഒരു പെണ്ണ് അയാളെ കാണുകയും ആ തെമ്മാടിയായ പെണ്ണ് പണിക്കാരനെ കടത്തിയിട്ട് അയാളെ ഔത്തുകൂലി വിളിപ്പാട്ടിട്ട് അങ്ങനെ ആ ചെറുപ്പക്കാരൻ പുരയിലേക്ക് വന്നു. ഔത്ര ഒഴുക കടന്നപ്പോ എല്ലാ ഡോറുകളും ബന്ദ് ചെയ്തിട്ട് ആ പെണ്ണ് അയാളോട് പറയുന്നു, ബാലക്കാര, നിനക്ക് ചാൻസ് ഇപ്പോ. ഒന്നിരിക്കലോ നീ എന്താക്കണു, ഈ കാണ്ട് രണ്ട് മുട്ട ഉള്ളോ ഈ കിടാവിൽ എന്താക്കണു കൊല്ലണം, അല്ലെങ്കിൽ രണ്ട് മുട്ട ഉള്ളോ ഈ ഒരു ഗ്ലാസ് കള്ളെന്താക്കണം നീ കുടിക്കണം, അല്ലെങ്കിൽ രണ്ടൊരാഗ്രഹമുണ്ടു ഞാൻ എന്റെ പിടിപ്പാറ്റ് അതൊക്കെ വേണമായിട്ട് അതെന്താക്കണോ പൂർത്തീകരിച്ചു തരണോ എന്ന്. ആ ചെറുപ്പക്കാരൻ ആ മനുഷ്യൻ ചിന്തിച്ചു, കള്ള് ഞാൻ ഒരു പെണ്ണുമായിട്ട് വ്യഭിചരിക്കുന്നതാ ഒരിക്കലും എന്നെ കൊണ്ട് പറ്റിയ വിഷയമല്ല. ഒരു ഹറാമായ ഒരു പെണ്ണുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത് ഒരിക്കലും എന്നെ കൊണ്ട് കഴിയുന്ന വിഷയമല്ല. അതേ സമയത്ത് ഒരു ആളെ കൊല്ലുക എന്നുള്ളത് അതിനേക്കാളും വലിയ വിഷയമാണ്. പിന്നെ ഉള്ള ചാൻസ് എന്താണ്? കള്ളുകുടിയാണ്. അയാൾക്ക് പുറത്തു വരാൻ ഒരു ചാൻസും ഇല്ല. ആ പെണ്ണ് പറയുന്നു, നീ എങ്കാലും ഈ മൂന്നാൾ ഒന്ന് നീ ചെയ്തില്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഞാൻ എന്താക്കും? സൗണ്ടാക്കും. നീയാണ് എന്റെ പുറയിലേക്ക് വന്നത് എന്നെ കേറിപ്പിടിക്കാൻ, എന്നെ കൊല്ലാൻ, അല്ലെങ്കിൽ എന്നുമായിട്ട് സിനാ ചെയ്യാൻ നീയാണ് വന്നതെന്ന് ഈ നാട്ടുകാരെ ഞാൻ വിളിച്ചു പറയും, അല്ലെങ്കിൽ ഈ മൂന്നാൾ ഒന്ന് ചെയ്യണം. അയാൾ ചിന്തിച്ചു, സുബ്ഹാനല്ലാഹ്, ഒരു പെണ്ണുമായിട്ട് വ്യഭിചരിക്കാൻ എനിക്ക് സാധ്യമല്ല, ഒരു കിടാവിനെ കൊല്ലാൻ എന്നെ കൊണ്ട് സാധ്യമല്ല, രക്ഷപ്പെടുന്ന ഒരു വഴിയും കാണുന്നുമില്ല. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം, അല്ലെങ്കിൽ നിന്റെ അടുത്തുള്ള ഇത് കള്ള് ഞാൻ എന്താക്കാം, കുടിക്കാം. അതാ അദ്ദേഹം ഒരു ഗ്ലാസ് കള്ള് കുടിച്ചു. ആ പെണ്ണ് പിന്നെയും കള്ള് വീട്ടി കൊടുത്തു, പിന്നെയും കുടിച്ചു. മസ്തായി. അദ്ദേഹത്തിന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ആ ചെറുപ്പക്കാരൻ എന്താണ്? കള്ളു കുടിച്ചു, അവളുമായിട്ട് വ്യഭിചരിച്ചു, ആ പിതാവിനെ കൊന്നുകളഞ്ഞു. അതാണ് എല്ലാ തെറ്റിന്റെയും ഉമ്മയാണ്, താക്കോലാണ് കള്ള് എന്നുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, എല്ലാ തപ്പ് അല്ല പൊരുത്തപ്പെടാത്ത എല്ലാത്തിനെയും ഒരു റൂമിലൊഴുക്ക് നിറച്ചു വെച്ചോളുക. എല്ലാ തപ്പിന്റെയും താക്കോളു അത് കള്ള് കുടിക്കലായിട്ട് കേട്. അതുകൊണ്ട് എന്റെ പാലക്കാട് ചൊല്ലുകൊള്ളൂ, ഒരു ഗ്ലാസ് വെള്ളം കള്ള് പോലും, ഒരു ഇറ്റ് കള്ള് പോലും നമ്മുടെ പള്ളയിലേക്ക് നാം കടത്താൻ പാടില്ല. അതൊരു കമ്പനി പോയിട്ടായെങ്കിലും സമം, ഒരു എവിടെങ്കിലും പോയിട്ടായെങ്കിലും സമം. അവരെല്ലാം കുടിക്കുന്നല്ലേ, ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടാൻ ചെല്ലിട്ട് ഒരു ഗ്ലാസ് കള്ള് പോലും കുടിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ മുഅ്മിനീങ്ങളെ, കള്ളിലേക്ക് നീ അടുത്തു പോകരുത്. അത് ഫഇന്നഹാ ഉമ്മുൽ ഖബാഇസി, എല്ലാ തെറ്റിന്റെയും ഉമ്മയാണ്, താക്കോലാണ് കള്ള്. വഇന്നഹു വല്ലാഹി ലാ യജ്തമിഉൽ ഈമാൻ വൽ ഖംറു ഫീ ഖൽബി റജുലിൻ
ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കള്ളു കുടിക്കുക എന്നുള്ളതും ഈമാൻ എന്നുള്ളതും രണ്ടും ഒട്ടാവുക ചാൻസേ ഇല്ല. ഒന്നിരിക്കലും അവന്റെ ഖൽബിൽ ഹൃദയത്തിൽ ഈമാൻ വേണം, അല്ലെങ്കിൽ ഈമാന് പോയിട്ട് ആ കള്ളുകൂടി ഉണ്ടാകും. രണ്ടും ഒട്ടാവുക ചാൻസേ ഇല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ബുദ്ധിയുള്ളവരെ, കള്ളിന്റെ പിന്നാലെ പോകരുത്. ഒരുത്തൻ കള്ള് കുടിച്ചാൽ പിന്നെ എല്ലാത്തിൻ്റെയും, ഏത് തപ്പാക്കുള്ളോ എല്ലാത്തിൻ്റെയും ഒരു താക്കോലായിട്ട് വീണത്ത് കള്ള്. ഇനി അറിയണോ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ദുനിയാവിൽ കള്ള് കുടിച്ച ഈ മനുഷ്യന്മാർക്ക് നാളെ ആഖിറത്തിൽ വെച്ച് എന്താണ് കുടിപ്പിക്കുന്നത്? ദുനിയാവിൽ കള്ളു കുടിച്ച ആളുമാർക്ക് ആഖിറത്തിൽ വെച്ച് എന്താണ് അവർക്ക് കുടിപ്പിക്കുന്നത്? വമൻ മാത മുദ്മിനൻ ലിൽ ഖംറി സഖാഹു അല്ലാഹു മിൻ നഹ്രിൽ ഖൂത. മുത്തുനബിന്റെ ഹദീസ്. കള്ളുകുടിയനായിട്ട് തൗബ ചെയ്യാതെ കള്ളുകുടിയനായിട്ട് ഒരാൾ മരിച്ചാൽ, അവന്റെ കള്ളുകുടി നിന്നിട്ട് അവൻ മാറി നിന്നില്ല, അതിനിട്ട് അവൻ തൗബ ചെയ്തില്ല, കള്ള് കുടിച്ചിട്ടേ ഒരാൾ മരിച്ചാൽ, സഖാഹുല്ലാഹു മിൻ നഹ്രിൽ ഖൂത, ഖൂത എന്ന പുഴയിൽ നിന്നിട്ട് അവനിക്ക് നാളെ അല്ലാഹു തആല കുടിപ്പിക്കപ്പെടും. മനസ്സിലായ? ഖൂത്താന്നില്ലെങ്കിൽ സ്വഹാബാക്കൾ ചോദിച്ചു, ഖീല വമാ നഹ്റുൽ ഖൂത, എന്താണ് നബിയെ ഖൂത? ഖൂത എന്ന് പറഞ്ഞാൽ ഏതാണ്? ഏത് നദിയുടെ ജലമാണത്? അപ്പോഴാണ് ഹബീബായ മുത്തുനബി പറഞ്ഞത്, നഹ്റും മിൻ ഫുറൂജിൽ മുമിസാത്തി യുദി അഹ്ലൻ നാരി റീഹു ഫുറൂജിഹിന്ന. അത് മുമിസാത്തായ ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യ സ്ഥാനത്തിട്ട് ഒലിച്ചു വരുന്ന ആ മാറിയ വെള്ളമാണ്. അഥവാ ദുനിയാവിൽ വ്യഭിചരിച്ച, സിനാ ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരിച്ചു പോയ ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യസ്ഥാനത്ത് വിട്ട് നാളെ നരകത്തിൽ ചീഞ്ഞ് നാറുന്ന വെള്ളം അവരെ ഗുഹ്യസ്ഥാനത്ത് ഇറങ്ങി വരും. എങ്ങനത്തെ വെള്ളമാണ്? അവരുടെ ഗുഹ്യസ്ഥാനത്തിൽ വരുന്ന ആ കാറ്റുണ്ടല്ലോ, അതാ നരകത്തിലെ ആളുകൾ പോലും ശപിച്ചു പോകും. അത്രയും മാറിയ ആ വെള്ളത്തിനെയാണ് നാളെ മഹ്ശറിൽ അതാ കള്ളുകുടിയന്മാർക്ക് അള്ളാഹു നൽകുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു നിലക്കും കള്ള് കുടിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കള്ളിനെയും അള്ളാഹു ലഅനത്ത് ചെയ്തിട്ടുണ്ട്. കള്ളിനെ തന്നെ, ആ കള്ള് കുടിക്കുന്നവർ, അതിനെ കൊണ്ടുപോകുന്നവർ, അതിനെ വിൽക്കുന്നവർ, അതിന്റെ കള്ള് ഷാപ്പുള്ള ആ ബിൽഡിംഗ് മുഴുവനും എല്ലാം റസൂലുള്ള എന്താക്കിയിട്ടുണ്ട്? ലഅനത്ത് ചെയ്തിട്ടുണ്ട്. ഇന്ന് കുറെ ആൾക്ക് വലിയ വരുമാനം വരുന്നെ എന്താണ്? കള്ള് ബാർ പോലെയുള്ള കള്ള് ഷാപ്പ് നിട്ടാണ്. നല്ല ആളാണ്, പള്ളിക്ക് വരും, നിസ്കരിക്കും, ഓൻ കള്ള് കുടിക്കൂല. പക്ഷെ ഓന്റെ ബിൽഡിംഗ് ബാറിന് വേണ്ടി വാടക കൊടുത്തതാണ്. അതുപോലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല ലഅനത്ത് ചെയ്തിട്ടുണ്ട്. ലാ തദ്ഹബുൽ ലയാലി വൽ അയ്യാമു ഹത്താ തശ്റബ ഫീഹാ ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി. അതാ ഒരു കാലം വരാനുണ്ട്, ഒരു ജാവും ഒരു പോളും കള്ളുകുടിയില്ലാത്ത ഒരു കൂട്ട ആൾമാർ ജാവും പോളും കള്ളു കുടിച്ചോണ്ടേക്കുവാറ്. കള്ളുകുടി ഇല്ലാത്തൊരു ടൈമിക്കല, പേര് വേണമെങ്കിൽ വേറെ വേറെ പേര് വെച്ചിട്ട് കള്ളു കുടിക്കുന്ന കാലം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും പറയാനുണ്ട്, നമ്മളെ നാട്ടിലെ ബാല്യക്കാരെ എല്ലാവരും ഒട്ടാക്കിയിട്ട് ഈ ഒരു കാര്യത്തിൽ പെട്ടുപോകാൻ പാടില്ല. വളരെ ജാഗ്രത ആക്കണം. അതേപോലെ ഞങ്ങളുടെ മക്കളെയും ഞാൻ പറഞ്ഞില്ല ഇന്നലെ, സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനത്തെ എല്ലാ വിഷയത്തിലും എന്താക്കണു, ഞങ്ങളെ മക്കളെ എന്താക്കണം, ജാഗ്രത ആക്കണു. ആ വിഷയത്തിൽ എല്ലാവരും മുട്ടായിട്ട് കള്ളുകുടിന്റെ പിന്നാലെ ഒരാളും പെട്ടുപോകരുത്. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. കള്ളു കുടിച്ചവനിക്ക് നാളെ ആഖിറത്തിൽ വെച്ചിട്ട് സ്വർഗത്തിന്റെ വെള്ളം കുടിക്കാൻ സാധ്യമല്ല. എന്നിട്ട് ഇനി ഖുർആൻ പറയുന്നു, ആ സാബിഖീങ്ങൾ അവർക്ക് ഒരുപാട് മഹത്വമാണ് പറഞ്ഞു വരുന്നത്. ആ സാബിഖീങ്ങൾക്ക് ആ സ്വർഗത്തിൽ പഴങ്ങളുണ്ട്, ഫ്രൂട്ട്സുകളുണ്ട്. എങ്ങനത്തെ പഴങ്ങളാണ്? മിമ്മാ യതഖയ്യറൂൻ,
അവർ ഇഷ്ടപ്പെടുന്ന, അവരെ മനസ്സിൽ കൊതിക്കുന്ന പഴങ്ങളാണ് അവർക്ക് ആ സ്വർഗത്തിലുള്ളത്. സുബ്ഹാനല്ലാഹ്. അസ്ഹാബുൽ യമീൻ പറയുമ്പോ നല്ലോണം വിശദീകരിക്കും. ഒരു കാലത്തും മുറിഞ്ഞു പോകാത്തത്, സ്വർഗത്തിൽ ഏത് കാലത്തിന്റെ ഫ്രൂട്ട്സ് നിനക്കാണ് വേണ്ടത് അത് മുഴുവൻ ആ സമയത്ത് തന്നെ എത്തും. ദുനിയാവിൽ ഒരുപാട് ഫ്രൂട്ട്സുകൾ ഉണ്ടാകും, എല്ലാ സമയത്ത് കിട്ടിക്കൊള്ളുന്നില്ല. സീസന്റെ സമയത്ത് മാത്രമാണ് മാങ്ങ കിട്ടുന്നതെങ്കിൽ സ്വർഗത്തിൽ എപ്പോഴാണ് കൊതിക്കുന്നത് ആ സമയത്ത് ആ കുട്ടിപ്രായമുള്ള ആ ബാലക്കാർ നിന്റെ മുമ്പിലേക്ക് ഫ്രൂട്ട്സ് എത്തിച്ചു പോയി. ദുനിയാവിൽ 2-3 കണക്കിന് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു വലിയൊരു ഫ്രൂട്ട്സിന് അങ്ങാടി നിങ്ങൾ പോയിട്ട് ഒരു ഫ്രൂട്ട്സ് വില കേക്കിടാം, നോക്കുമ്പോ 500 രൂപ, 2 പാക്കറ്റുകൾ എത്ര 300 രൂപ മാത്രമേ ഉള്ളൂ. നാളെ എന്താ ബുട്ടറല്ലേ, പൈസ കൊടുക്കും ഇല്ല ചെന്നിട്ടു അത് ബുട്ടിട്ട് വേറെ എന്തെങ്കിലും എടുത്തോണ്ട് പണ്ട് ചെറിയ പൈസ ഉള്ളത്. സ്വർഗത്തിൽ അങ്ങനല്ല, നീ കൊതിക്കുന്ന ഫ്രൂട്ട്സ് ആണ് സ്വർഗത്തിൽ അല്ലാഹു നിനക്ക് തരുന്നത്. അല്ലെങ്കിൽ എല്ലാ സമയത്തും ഫ്രൂട്ട്സ് ദുനിയാവിൽ കിട്ടണമെന്നില്ല. ഇപ്പൊ പൗത്ത മാങ്ങ കിട്ടണം എന്ന് ഒരാൾ വിചാരിച്ചാൽ ആ സമയത്ത് അവനക്ക് പൗത്ത മാങ്ങ കിട്ടണമെന്നില്ല. സ്വർഗത്തിൽ അങ്ങനല്ല, ഏത് സമയത്ത് ഏത് ഫ്രൂട്ട്സാണ് നീ കൊതിക്കുന്നത് അല്ലാഹു തആല നിനക്ക് എത്തിച്ചു പോയി. ചിലപ്പോ ദുനിയാവിൽ നല്ല ഫ്രൂട്ട്സ് ഉള്ള സമയമുണ്ടാകും, ചിലപ്പോൾ മാർക്കറ്റിൽ കൊണ്ടുവരൂല. എന്ത്, 1 മാസം കഴിഞ്ഞാൽ 1 തിങ്കൾ കഴിഞ്ഞാൽ അതൊക്കെ ഡബിൾ വില ആയിട്ട് വരും. അപ്പൊ എന്താക്കുന്നതിന്റെ മുതലാളിമാർ സ്റ്റോക്ക് ആക്കിയിട്ട് വെക്കും. പക്ഷേ സ്വർഗത്തിൽ അങ്ങനല്ല, പിന്നീട് വരുന്ന അസ്ഹാബുൽ ഒരിക്കലും ഇല്ല എന്നുള്ള ചരിത്രം വരൂല. ഒരിക്കലും നിന്നെ തടയപ്പെടുകയില്ല. ബലന്റെ വിഷയത്തില അല്ലെങ്കിൽ സീസന്റെ വിഷയത്തിലോ ഒരു വിഷയത്തിന് തടയപ്പെടുന്നവരില്ല. അവർ ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട്സുകള്, അവർ കൊതിക്കുന്ന ഫ്രൂട്ട്സുകള് ആ സ്വർഗ ലോകത്തിൽ അല്ലാഹു തആല അവർക്ക് എത്തിച്ചു കൊടുക്കും. അവർ കൊതിക്കുന്ന പക്ഷി മാംസം, കോഴി മാംസമാണോ വേണ്ടത്, നിങ്ങൾക്ക് കോഴി മാംസം റെഡിയാണ്. കാടയാണോ വേണ്ടത്, കാട എന്ന് പറഞ്ഞാൽ കോയിൽ ചെറിയ ഒരു പക്ഷി പോലത്തെ ചെറിയ ഇത്, ആ കാട മാംസമാണോ നിനക്ക് വേണ്ടത്, അല്ലാഹു തആല കാട മാംസം നിനക്ക് എത്തിച്ചു പോയി. അപ്പൊ നിങ്ങൾക്കൊരു സംശയം, എന്ത് രസം പക്ഷി മാംസം, അത് ചെറിയ വിഷയമാണ്. ഞങ്ങൾക്ക് ഒരു ബീഫ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൻറ്റ ഇങ്ങനെ ചെന്നെങ്കിൽ അത് വിഷയാവട്ടെ. അങ്ങനല്ല, അന്ന് അറബികളെ കാലത്ത് വൻറ്റയും ആടും ഇടിയും ഞങ്ങളെ സുപ്രലുണ്ട്, അത് വിഷയമല്ല. പക്ഷി മാംസം കിട്ടുന്നത് ഞങ്ങളെ വലിയ വലിയ രാജാക്കന്മാരെ അവര് ആ ഒരു മജ്‌ലിസിന്റെ മാത്രം. ഇപ്പൊ എല്ലാവർക്കും പക്ഷി മാംസം ഇഷ്ടമാണ്. അപ്പോഴാണ് ഖുർആൻ പറഞ്ഞത് ആ സ്വർഗത്തിൽ അവർ കൊതിക്കുന്ന, അവർ ഇഷ്ടപ്പെടുന്ന പക്ഷി മാംസം അവരെ മുമ്പിൽ എത്തിപ്പോയി. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിൽ ഭക്ഷണം ചെയ്തെങ്കിൽ ഞങ്ങൾ ഇപ്പോഴത്തെ ഫോറാമിന്റെ കോഴി പോലത്തതല്ല. ഞങ്ങൾക്കും പക്ഷി മാംസമേ ഇഷ്ടം. പക്ഷെ ഈ ഫോറാമിന്റെ കോഴി വന്നത് പിന്നെന്തായി, അതിന്റെ എല്ലാം പോയി വിലയെല്ലാം പോയി. സ്വർഗത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുണ്ട്, ഒട്ടകം പോലെയുള്ള പക്ഷികൾ സ്വർഗത്തിലുണ്ട്. അത് ഒരാൾ വേണമെന്ന് കൊതിച്ചാൽ അവൻ എങ്ങനെയാണ് കൊതിക്കുന്നത്, അത് ചുട്ട മാംസമായിട്ട് വേണോ, ചുട്ട മാംസമായിട്ട് നിന്റെ എത്തും. പൊരിച്ചത് വേണോ, അത് പൊരിച്ചതായിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ എത്തിക്കും. ഇൻഷാ അല്ലാഹ് ആ ഹദീസ് നാളെ നമുക്ക് എന്താക്കാം, പഠിക്കാം. അവർക്ക് ഇഷ്ടപ്പെടുന്ന പക്ഷി മാംസത്തെ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കും സ്വർഗത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, നിന്റെ ഖുർആൻ കേൾക്കാൻ വേണ്ടിയിരുന്ന ഈ മുഅ്മിനീങ്ങൾ അവരുടെ എല്ലാവരുടെയും ഖൽബ് നീ പ്രകാശിപ്പിക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ ഖൽബ് നിന്റെ ഖുർആൻ കൊണ്ട് നീ പ്രകാശിപ്പിക്കണേ റഹ്മാനേ. ഞങ്ങളെ ഖബർ ജീവിതം ഖുർആൻ കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാഹ്. നാളെ മഹ്ശറയിലും ഖുർആൻ കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. പരിശുദ്ധമായ റമളാൻ മാസം നമുക്ക് എല്ലാവർക്കും
ഗുണമായി സാക്ഷി നിൽക്കുന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ മക്കൾ കുടുംബത്തിന്റെ രോഗം ശിഫയാക്കണേ അല്ലാ. ഞങ്ങളെ കടങ്ങളെ തീർക്കണേ അല്ലാ. ഞങ്ങളെ ബിസിനസ്സിൽ ഞങ്ങളെ ഏർപ്പാട് ഞങ്ങളെ പണി നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണം അല്ലാ. ആ സാബിഖീങ്ങളെ ഖാദിമായിട്ടെങ്കിലും ആ സ്വർഗത്തിലെത്താൻ ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم.